ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് കെ ടി വ്ളോഗ്. നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ കെ ടി വാലിയിലാണ്. നമ്മൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേനോട് ചേർന്ന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് റോഡിലൂടെ മോർണിംഗ് വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഭയങ്കര അടിപൊളിയാണ് ഈ ഒരു കെ ടി വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഊട്ടിയിലെ പോലെ തിരക്കുള്ള ഒരു സ്ഥലമല്ല കെ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. വളരെ റിമോട്ടായ, വളരെ സെറീനായ, അടിപൊളിയായിട്ടുള്ളൊരു കാം സ്പോട്ടാണ് കെ ടി വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് നമ്മുടെ ഹോം സ്റ്റേയുടെ മുന്നിൽ കൂടെ പോകുന്നൊരു പ്രൈവറ്റ് റോഡാണ്. ഈ റോഡ് എൻഡ് ചെയ്യുന്നത് ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ്. അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. പക്ഷേ ഈ ഒരു വഴി നമുക്ക് മോർണിംഗ് വാക്കിന് ബെസ്റ്റാണ്. കെ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടേ അല്ല. ഇതൊരു മൈൻഡ് ഫ്രീ ആയി, വളരെ കാമായി, വളരെ സെറീനായി ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കെ ടി. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഈ ഒരു ഹോം സ്റ്റേയിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ, നർമ്മദയിലെ കിച്ചണാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെയാണ് സെർവ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ഇവിടുത്തെ കുക്കിംഗ് രീതികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് ഇപ്പോൾ നല്ല ചൂട് ഉഴുന്നോടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ, ഹായ്. ഞങ്ങളിവിടെ കാലത്ത് 7 മണിക്ക് വരും. ഗസ്റ്റിന് നല്ല ഫുഡ് ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കണതാണ്. എല്ലാ സാധനങ്ങളും മാവും ഒക്കെ ഞങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കണതാണ്. അരിപ്പൊടി തുടങ്ങി എല്ലാം ഹോം മെയ്ഡ് ആണ്. ഒക്കെ എല്ലാം home made ആണ്. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും. നോക്കിക്കോ, നിങ്ങൾക്കും അതിനെ പറ്റി. ഇതാണ് നമ്മുടെ ഓണർ, നമ്മുടെ റൊണാൾഡ് സാർ ആണത്. ഭയങ്കര എളിമയുള്ള ഒരു മനുഷ്യനാണ്. സോ ഇതാണ് നമ്മുടെ റൊണാൾഡ് സാർ. ഇനി ഫുഡിന്റെ കാര്യത്തിന് ഭയങ്കര കറക്റ്റ് ആണ്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ നർമ്മദയിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ സ്വന്തം ഒരു ഫാമിലി മെമ്പറിനെ പോലെ കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അടിപൊളിയാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ, ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റിൽ പറഞ്ഞു. എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഇത് പറയണം. നല്ല ചൂട് വട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൈസ്. പറ്റൂല, നിങ്ങൾ പറയണം, കഴിക്കണം. അതെ, അതാണ്. ചേച്ചി തൃശ്ശൂർ എവിടെ? തൃശ്ശൂർ മാളയില് വടമ്മ. മാള അറിയാം. തൃശ്ശൂർ മാളയിലാണ് ചേച്ചി ഉള്ളത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, താങ്ക് യു. ഈ ഹോം സ്റ്റേയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്കൽ എന്ന് പറഞ്ഞ സംഭവം, ചൂട് പൊങ്കൽ. പിന്നെ ഇതിലുള്ളത് നമുക്ക് സോഫ്റ്റ് ഇഡ്ഡലിയാണ്, പിന്നെ വട. ഇത്രയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഐറ്റംസും കൂടെ വരുന്നുണ്ട്. അതുകൂടെ വന്നിട്ട് നമുക്ക് പറയാം. കഴിച്ചിട്ടുള്ള അഭിപ്രായം ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഉഴുന്നുവട വന്നിട്ടുണ്ട്, ക്രിസ്പി. നിങ്ങൾ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്യുവറായിട്ടൊരു സ്റ്റേക്കേഷനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, കണ്ണടച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ ആണിത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓണറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കെ ടി എന്നുള്ള സ്ഥലത്തുള്ള ഒരു കിടിലം ഹോം സ്റ്റേ. കെ ടി റെയിൽവേ സ്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മളുടെ ടോയ് ട്രെയിനൊക്കെ പാസ് ചെയ്ത് പോണ റൂട്ടാണ്. മേട്ടുപ്പാളയം ടു ഉദകമണ്ഡലം റൂട്ടിലുള്ള ഒരു സ്റ്റോപ്പാണ് കെ ടി. കെ ടി കഴിഞ്ഞാൽ ലൗഡയിൽ, ഫേൺ ഹില്ല്, പിന്നെ ഈ ഉദകമണ്ഡലം, ഊട്ടി. അപ്പോൾ അതിൻ്റെ കെ ടി സ്റ്റേഷൻ്റെ 1 കിലോമീറ്റർ അടുത്തുള്ള ഒരു ഹോം സ്റ്റേ ആണിത്. അപ്പോൾ ഈ ഹോം സ്റ്റേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഹോം സ്റ്റേ പോലെയല്ല, അല്ലെങ്കിൽ മറ്റുള്ള ലോഡ്ജ് സെറ്റപ്പ് പോലെയല്ല. ഊട്ടിയിലെ ഭയങ്കര റിമോട്ടായിട്ട് വളരെ ഏകാന്തതയിൽ നിലനിൽക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ്. നമുക്കത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ആകെ സ്ട്രെസ് അടിച്ച് ജോലിയൊക്കെ ചെയ്ത് മടുത്ത് ഭയങ്കര ബോറിംഗ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ തപ്പി കണ്ടുപിടിച്ച് വന്നൊരു ഹോം സ്റ്റേ ആണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ആകെ മാറി, ആകെ ഫ്രഷായി, ഭയങ്കര ഒരു അടിപൊളി വൈബ് കിട്ടി. സോ നമ്മളിപ്പോൾ നർമ്മദയുടെ മുന്നിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നർമ്മദയുടെ ഓണർ, റൊണാൾഡ് സർ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് റൊണാൾഡ് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ സോ റൊണാൾഡ് സർ, വെൻ ഡിഡ് യു സ്റ്റാർട്ട്? I retired at the age of like 55. About 4 years ago. I started this just to pass the time and give a good service, because you go around the area, the service is very poor. Oh yeah. You don't get a good service, so I thought of giving good service for a reasonable price, for a good holiday home, like a homestay. Like you come into a house that you feel like you're coming into your own home. Your home. അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം കറക്റ്റാണ്, ആ പറഞ്ഞത് 100% ശരിയാണ്. നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ എങ്ങനെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകണേ അതേപോലെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ റൊണാൾഡ് സർ, വാട്ട് ആർ ദ സർവീസസ് ദാറ്റ് യു ഓഫർ? Normally, we would like to offer like a bed and breakfast. Like come here, have a cup of tea, and stay the night, and have a good shower in the morning, have a decent breakfast, and that's about it.
maybe when you come in the evening, again with tea, coffee, biscuits or something like that, we offer free of charge. And we don't really offer a dinner unless if you are a big group like 10-15 people together, then we'll consider giving a home cooked food. But just for a couple, we normally try to stick to a bed and breakfast basis to give a clean, neat, nice service. സോ അതാണ്. അപ്പോൾ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ റൊണാൾഡ് സാറിനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോ റൊണാൾഡ് സർ, ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ എൻഡ് ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you so For the much for hospitality. coming and staying with us. Thank Very you. nice people and hope all the best for you. താങ്ക് യു സോ മച്ച്. Have a safe journey home. ഷുവർ. Thank you. ഓക്കെ. അങ്ങനെ നമ്മൾ ഓണറോടൊക്കെ സംസാരിച്ച് നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. KT സ്റ്റേഷനിൽ നിന്ന് ഊട്ടി വരെയാണ് നമ്മൾ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോയ് ട്രെയിനിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അടുത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ടോയ് ട്രെയിൻ കയറാൻ പോവാണ്. KT സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്. ഭയങ്കര സൂപ്പർ അടിപൊളി സ്റ്റേഷൻ. ഒരു അഡ്വൈസ്, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 2 ആഴ്ച മുന്നേ അല്ലെങ്കിൽ 3 ആഴ്ച മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല. ഞങ്ങളുടെ വെയിറ്റ് ലിസ്റ്റ് 4 ആയിരുന്നു ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്തപ്പോൾ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഞങ്ങൾ KT സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്. സോ KT സ്റ്റേഷനിൽ നിന്ന് ഉദകമണ്ഡലത്തേക്കാണ് നമ്മൾ. ഉദകമണ്ഡലം എന്ന് വെച്ചാൽ ഊട്ടി. അപ്പോൾ ഊട്ടിയിൽ ബേസിക്കലി ഒന്നും കാണാനൊന്നും ഇല്ല, ഊട്ടി നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ ടോയ് ട്രെയിനിൽ ഞങ്ങൾ ഓൾറെഡി കൂനൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യൂ അത്ര ഒരു ഫണ്ണായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ഉദകമണ്ഡല റൂട്ടിൽ നമ്മൾ ട്രെയിൻ എടുക്കണത്. അത് നമുക്ക് ലൗഡയിൽ അതുപോലെ തന്നെ ഒരു 5-6 സ്റ്റേഷൻ ഉണ്ട് ഇടയിൽ. അതൊക്കെ നമുക്ക് കണ്ടിട്ട് എൻജോയ് ചെയ്യാം. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് കയറാൻ. സോ നമ്മൾ ജേണി KT നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉദകമണ്ഡലം വരെയാണ് നമ്മളുടെ ജേണി. അതും ഈ ടോയ് ട്രെയിനിൽ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ടോയ് ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്ത ഏതോ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ ലൗഡയിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഇവിടെ ലൗഡയിൽ ഇപ്പോൾ പ്രീ വെഡ്ഡിങ് ഷൂട്ട്സ് ഇവർ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു വെഡ്ഡിങ് ഷൂട്ടൊക്കെ കണ്ടു പോകുന്ന വഴിക്ക്. അപ്പോൾ ഊട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ടോയ് ട്രെയിൻ. ടോയ് ട്രെയിൻ ഒരുപാട് സിനിമകളിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ദിൽസേ, മൂൺറാം പിറൈ, അതുപോലെ മേരാ നാം ജോക്കർ എന്നൊരു ഹിന്ദി മൂവി, അതുപോലെ തന്നെ കിലുക്കം, ക്ലാസ്മേറ്റ്, സമ്മർ ഇൻ ബത്ലഹേം, അങ്ങനെ പല പല മൂവീസിൽ ഈ ഒരു ടോയ് ട്രെയിൻ ഈ ഒരു ലൊക്കേഷൻ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഉദകമണ്ഡലം സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഈ ഉദകമണ്ഡലം സ്റ്റേഷൻ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസ് കൂടെയാണ്. പണ്ട് ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ് ചെയ്താണ് ഈ ഒരു പാത്ത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമാണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം. എങ്ങോട്ടാന്നൊന്നും അറിയാത്തൊരു റോട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഊട്ടി എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ ഇതൊരു മെയിൻ റോട്ടിലേക്ക് നമ്മളെ എത്തിക്കും എന്നാണ് ഗൂഗിൾ മാപ്സ് പറഞ്ഞത്. കുത്തനെയുള്ള കയറ്റാണ്. കേബു, എന്താ പറയാനുള്ളത്? അയ്യോ, എനിക്ക് കയറ്റം വയ്യ. നമ്മളങ്ങനെ ചാണകത്തിൽ ചവിട്ടിരിക്കുകയാണ്. അതും ക്രോക്സിൽ ചാണകമായി ഗായ്സ്. റെയിൽവേയുടെ ഓഫീസേഴ്സിൻ്റെ റെസ്റ്റ് ഹൗസ് ആണിത്. ഒരു ബ്രിട്ടീഷ് ടച്ചൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ കാണാം. ബേസിക്കലി ഊട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഒരു സുഖവാസ കേന്ദ്രമായിരുന്നു. സോ നമ്മളിപ്പോൾ പോണതൊരു വ്യൂ പോയിന്റിലേക്കാണ്. ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നിയർ മീന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ടൊരു അട്രാക്ഷനിലേക്കാണ് പോകുന്നത്. വഴി വളരെ ശോകമുഖമാണ്. പിന്നെ തണുപ്പത്ത് ഈ ഒരു വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് ഇത് കൂടെ. സോ അതുകൊണ്ട് ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് അറൗണ്ട് ഒരു 5 മണി വരെ നമ്മൾ ഇവിടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതായിരിക്കും. സോ ഇതാണ് സംഭവം. നമ്മൾ വാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ട ഒരു ബിൽഡിംഗ് ആണിത്. അന്വേഷിച്ച് വന്നപ്പോൾ ഇത് സ്പെൻസർ ആൻഡ് കോ എന്ന് പറഞ്ഞൊരു പഴയ ബ്രിട്ടീഷ് കമ്പനിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ കണ്ടതാണ് ഈ ഒരു ചർച്ച്. ഇതാണ് സെൻറ്റ് സ്റ്റീഫൻ ചർച്ച്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചർച്ച് ഇൻ ഊട്ടിയാണിത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഊട്ടിയിലെ ഐക്കോണിക് ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ്സ് കിട്ടുന്ന മുഡീസ് ചോക്ലേറ്റ്സിലേക്കാണ്. ഊട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ ദ മസ്റ്റ് ട്രൈ സ്പോട്ടാണ് ഇത്. ഊട്ടിയിലെ ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. ഞങ്ങള് 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യം അല്ലേ? കുടിച്ചോക്കെ നമുക്ക് എങ്ങനെയുണ്ട്? ഇത് ഹാസൽനട്ട് ഫ്ലേവർ ആണ്. ഹാസൽനട്ട്
So let's try it. സൂപ്പർ. അപ്പോൾ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഹോട്ട് ചോക്ലേറ്റ്? യമ്മി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അത്ര ടേസ്റ്റ് ഉണ്ടോ അതോ? ഉണ്ട്. ശരി. അപ്പോൾ ഇതാണ് മുഡീസ് ചോക്ലേറ്റ്. ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം. ഒരു ഹോട്ട് ചോക്ലേറ്റ്. അയ്യോ ഒന്നും പറയണ്ട, അവർക്ക് വേണമെങ്കിൽ ഇത് സമർപ്പിക്കാം. ടോണിക്കോ കഫേയിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ട്. ഇതാണ് ഹോട്ട് ചോക്ലേറ്റ്. അല്ലാതെ നിങ്ങൾ കലക്കി തരുന്നതല്ല, ബോൺമിറ്റ കലക്കുന്നതല്ല ഹോട്ട് ചോക്ലേറ്റ് എന്ന് ഓർമ്മ വയ്ക്കുന്നത്. ഊട്ടിയിൽ വന്നിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഈ ഒരു തിയേറ്റർ, ദ അസംബ്ലി റൂംസ്. ഇത് 1901 പണി കഴിപ്പിച്ചൊരു തിയേറ്ററാണ്, പണ്ടത്തെ ബ്രിട്ടീഷുകാർ. അതിപ്പോഴും വർക്കിംഗ് ആണെന്നുള്ളതാണ് അടിപൊളി ഒരു കാര്യം. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഊട്ടിയുടെ മെയിൻ ടൗണിലേക്ക് എത്തി. അത് 60 രൂപ കിലോ 60 രൂപ. ഇത് ഒരെണ്ണം എത്ര കിലോ വരും? 30 രൂപയ്ക്ക് ഉണ്ടാവും. ആകെ 30 റുപ്പീസ്. അത് ശരി. ഇതോ ബ്രൊക്കോളിയും? ബ്രൊക്കോളിന് വില കൂടുതൽ. 300 കിലോ 300. ഇന്നലൊക്കെ 180 അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് കൂടിയാ? നമ്മൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി വെറുതെ ഇതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കിയതാണ്. ലെറ്റ്യൂസും ബ്രൊക്കോളിയൊക്കെ ഇത്രയും വിലക്കുറവിൽ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. അങ്ങനെ നമ്മൾ ഊട്ടിയുടെ ടൗണിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഈവനിങ് നമ്മൾ തിരിച്ച് KT സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ഈവനിങ്ങിൽ ലാസ്റ്റ് ട്രെയിനാണ് ബുക്ക് ചെയ്തത്. ഇതാണ് ഇനി മേട്ടുപ്പാളയത്തേക്കുള്ള ലാസ്റ്റ് ട്രെയിൻ ഫ്രം ഊട്ടി. സോ നമ്മൾ ഊട്ടിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 6:02, 5:30 ട്രെയിൻ, ലാസ്റ്റ് ട്രെയിനാണ്. 5:30ക്കാണ് നമ്മളുടെ ഉദകമണ്ഡലത്തിൽ നിന്ന് മേട്ടുപ്പാളത്തേക്കുള്ള ലാസ്റ്റ് ട്രെയിൻ. സോ ലാസ്റ്റ് ട്രെയിനിൽ നമ്മൾ KTയിലെത്തി. അവനിവിടെ റെസ്റ്റ് എടുത്ത് നാളെ ടാറ്റ ബൈ ബൈ പറയും. സോ ബൈ ബൈ ഊട്ടി. ബൈ. പിന്നെ നമ്മൾ നോട്ടീസ് ചെയ്ത 2-3 കാര്യങ്ങൾ പറയാം. ഊട്ടി പഴയ ഊട്ടിയല്ല, വളരെ വൃത്തികെട്ട സ്ഥലമായി മാറിയിട്ടുണ്ട്. മൊത്തം വേസ്റ്റ് ഇടുക, തുപ്പല്. KT നല്ലതാണ്, പക്ഷേ KTയും ഭാവിയിൽ വളരെ മോശമായി മാറാനുള്ള സകല സാഹചര്യവും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോ പ്ലാസ്റ്റിക് സോൺ എന്നൊക്കെയാണ് നീലഗിരിനെ പറയാറ്. പക്ഷേ ഇത് ഓൾ പ്ലാസ്റ്റിക് സോൺ എന്ന് പറഞ്ഞ രീതിക്ക് അത് മാറിയിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ തന്നെ ലൈവായിട്ട് കണ്ടു. 5 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ് ഇവിടെ എല്ലാവരും ഇവിടെ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം 1 ലിറ്ററിൻ്റെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുടിച്ചിട്ടത് വലിച്ചെറിയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 5 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ് അവർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ കടയിലും നമ്മളൊരു 90 120 രൂപ എന്തോ ആണ്. ഇപ്പം അത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എല്ലാവരും കൂടെ കുടിച്ചിട്ട് പുറത്തേക്ക് എറിയാണ്. അപ്പോൾ 1 ലിറ്ററിൻ്റെ 2 കുപ്പി കിടന്നിടത്ത് ഇപ്പോൾ 5 ലിറ്ററിൻ്റെ 1 കുപ്പി കിടക്കുകയാണ്. അപ്പോൾ അത് പല സ്ഥലത്ത് കണ്ടു. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് കണ്ടവാനും വലിച്ചെറിയുക. വെള്ളം കംപ്ലീറ്റ് പോക്കാണ്. ഊട്ടിയിലെ ഒരു സ്ഥലത്തെയും വെള്ളം വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല. എന്താ പറയുക, വളരെ നാറ്റാണ് കംപ്ലീറ്റ്. റോട്ടിൻ്റെ സൈഡിലായാലും നമ്മൾ നടന്നു പോയ ഒരുവിധം സ്ഥലത്തൊക്കെ മൂക്ക് പൊത്തിയിട്ട് നടന്നല്ലേ. അപ്പോൾ ഊട്ടിക്ക് ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളായിട്ട് ഇവിടെ വേസ്റ്റ് ഇടാതിരിക്കുക. അപ്പോൾ സിവിക് സെൻസ് നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സിവിക് സെൻസിൻ്റെ കാര്യം. പിന്നെ നമ്മൾ റോഡിലിറങ്ങിയാൽ തുപ്പാതിരിക്കുക 1. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റ് നല്ല ഒരു വേസ്റ്റും പുറത്തേക്ക് അറിയാതിരിക്കുക. 2. മൂന്നാമത്തെ, ഇവിടെ വണ്ടി ഓടിക്കുന്ന 90% ആൾക്കാർക്കും വെളിവില്ല എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം സീബ്ര ലൈനിൽ കൂടെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി നേരെ കയറ്റി പോവുക, അതുപോലെ തന്നെ വെറുതെ ഹോൺ അടിക്കുക, ഒരു കാര്യമില്ല, വെറുതെ ഹോൺ അടിക്കുക. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളതൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ നോക്കാനുള്ള പോലീസും ഭരണവ്യവസ്ഥയൊക്കെ വെറും തോൽവിയായതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ. അതാണ് നമ്മുടെ രാജ്യത്തിനെ ഇങ്ങനെ ബാക്കിക്ക് വലിക്കുന്ന ഒരു ഫാക്ടർ. സോ ഇനി ഒരു വരും തലമുറയിലും നമ്മുടെ തലമുറയിലെ കുറച്ച് ആൾക്കാരിലാണ് ഇനി പ്രതീക്ഷയുള്ളത്. സോ അത് നമ്മൾ കീപ്പപ്പ് ചെയ്യുക. അപ്പോൾ അതായിരുന്നു Day 2 ഓഫ് ഊട്ടി വ്ളോഗ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ട്രാവൽ വ്ളോഗ്സുമായി ഞങ്ങൾ ചിലപ്പോൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ.